ഹലോ, വെൽക്കം ബാക്ക് ടു അവർ അനദർ വീഡിയോ. ഇതിപ്പോൾ രാവിലെ എണീറ്റാൽ എൻ്റെ ഒരു മെയിൻ ഡ്യൂട്ടി ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഈ പൂച്ചക്കുട്ടന്മാരെ കാണാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഓൾറെഡി മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ നിന്ന് വന്നൊരു പൂച്ചയാണ് ഞങ്ങളുടെ വീട്ടിൽ സൈഡിൽ പ്രസവിച്ചിട്ടാട്ടോ 3 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ 2 എണ്ണം അവിടെ കിടന്ന് ഭയങ്കര തല്ലും ബഹളമൊക്കെയാണ്. കുറച്ച് നേരം തള്ളപ്പൂച്ച നോക്കിക്കൊണ്ടിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ നിങ്ങളായി നിങ്ങളുടെ പാടായെന്നും പറഞ്ഞിട്ട് തള്ളപ്പൂച്ച അങ്ങ് പോയി കേട്ടോ. പിന്നെ ഞാൻ അവിടെ ഇത് 2 എണ്ണത്തിനെ നോക്കിയിരിക്കലായി. ഭയങ്കര രസമാണ് കാണാൻ. പിന്നെ ഇതിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ സമയം പോകുന്നത് അറിയത്തില്ല. അവിടെ ഞാൻ വേഗം തന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഒന്നാമത് ഞാനിപ്പോൾ പഠിക്കലൊക്കെ വളരെ കുറവാണ്. കാരണം ചില ടൈമിലായിരിക്കും ഞാൻ പഠിക്കാനിരിക്കുന്നത്. അഥവാ ഞാൻ പഠിക്കാനിരിക്കുന്ന ടൈമിൽ ഞാൻ വീഡിയോ എടുക്കാനും മറന്നു പോകും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഇരുന്നതിലൊരു പ്രശ്നമുണ്ട് എനിക്ക്. അങ്ങനെ ഞാൻ പിന്നെ ഒട്ടും താമസിയായിട്ട് നേരെ പഠിക്കാൻ വേണ്ടി പോയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയത് നമ്മുടെ കുറച്ച് മാത്സ് ഓരോ സബ്ജക്റ്റിൽ നിന്നും കുറച്ച് വീതം പഠിക്കുക കേട്ടോ. ആ മാത്സ് കുറച്ച് നേരം നോക്കി. കുറച്ച് നേരം പിന്നെ എക്കണോമിക്സ് ആയിരുന്നു നോക്കിയത്. എക്കണോമിക്സ് ഞാൻ വന്നിട്ട് നോക്കിയതെന്ന് വെച്ചാൽ നമ്മൾ +1 +2 ക്ലാസ്സസിൻ്റെ കുറച്ച് ക്ലാസ്സാണ് ഞാനിന്ന് നോക്കിയത് കേട്ടോ. മൈക്രോ ആൻഡ് മാക്രോ, പിന്നെ നമ്മുടെ പോപ്പുലേഷൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഞാനിന്ന് എക്കണോമിക്സിൽ കുറച്ച് നേരം നോക്കിയത് കേട്ടോ. അപ്പോൾ ഒരുപാട് നേരം പിന്നെ ഒരു സബ്ജക്റ്റിനെ നോക്കിയിരിക്കുമ്പോഴത്തേക്കും എനിക്ക് വല്ലാണ്ട് ബോറടിക്കും. ഒന്നാമത്തെ കാര്യം, നമുക്ക് എക്കണോമിക്സിൽ നമ്മൾ കുറേ കുറേയൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുറേ നേരം അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ വല്ലാണ്ട് മടുത്തു. കാരണം എന്നാന്ന് വെച്ചാലേ, ഞാൻ +1 +2 പഠിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും പാടുള്ള സബ്ജക്റ്റായിരുന്നു എക്കണോമിക്സ് എന്ന് പറയുന്നത്. പാട് മാത്രമില്ല, എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ എവിടേക്കോ ഒരു നെഞ്ചെടുപ്പ് കൊടുക്കുന്നൊരു സബ്ജക്റ്റായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ക്ലാസ്സാരായിരുന്നു എക്കണോമിക്സ് പഠിച്ചുകൊണ്ടിരുന്നത്. അടിപൊളിയായിരുന്നു. സാർ അടിപൊളിയായിട്ട് പഠിപ്പിക്കും കേട്ടോ. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് തിയറിയും കാര്യങ്ങളൊക്കെ നമുക്ക് എനിക്ക് തിയറിയും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ നമുക്ക് ഈ ഫൈൻഡ് ചെയ്ത് നമ്മൾ കാൽക്കുലേഷൻസ് മെത്തേഡൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ വിയർത്ത് പോകും. എനിക്ക് സത്യം പറഞ്ഞാൽ എക്കണോമിക്സിലിപ്പോൾ എലാസ്റ്റിസിറ്റി എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് എക്കണോമിക്സ് എന്നൊരു സബ്ജക്റ്റാണ് ഓർമ്മ വരുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതലും ഫൈൻഡ് പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പിന്നെ ന്യൂമറിക്കൽ എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പിന്നെ ലോ ഓഫ് ഡിമാൻഡ്, പിന്നെ വേറെ നമ്മുടെ എക്കണോമിക്സിൽ തന്നെ കർവ്സ് എന്താ പറയുക, നമ്മുടെ ഗ്രാഫ്, അതുപോലത്തെ കർവ്സ് വരുന്നത്, പിന്നെ ഡെൽറ്റ, പിന്നെ ഇക്വേഷൻസൊക്കെ ഉണ്ടായിരുന്നു, P/Q എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ കർത്താവേ, അതൊക്കെ ഓർക്കുമ്പോഴത്തേനും എനിക്ക് തല കറങ്ങും. കാരണം അന്നത്തെ ടൈമിൽ ഭയങ്കര പാടായിരുന്നു കേട്ടോ എനിക്ക് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ പിന്നെ നമുക്ക് നോക്കുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് ട്രൈ ചെയ്യാം. ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നും. ഇപ്പം ഞാൻ +2 കഴിഞ്ഞ് ഏകദേശം 5-6 വർഷമൊക്കെ ആയിട്ടോ. അന്നത്തേക്ക് ടൈമിൽ നമുക്കിതൊക്കെ എവിടെ നിന്ന് തലയിൽ കയറാനാണ്. അപ്പോൾ പക്ഷേ നമുക്ക് ക്ലാസ് അടിപൊളിയായിരുന്നു, നന്നായിട്ട് പഠിപ്പിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ ബുദ്ധിമോശം കൊണ്ടിട്ട് ഞാൻ എങ്ങനെ വലുതായിട്ട് തലയിൽ കയറത്തില്ലായിരുന്നു. ഞാൻ പിന്നെ എക്സാമിൻ്റെ തലേ ദിവസമൊക്കെ ഇരുന്ന് കുത്തിയിട്ട് പഠിക്കുന്നയാളാണ്. അങ്ങനെ എക്സാമിന് ഇത്രയും മാസം മുമ്പ് അങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യുന്ന ആളൊന്നുമല്ല. തലേ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പൊക്കെ ആയിരിക്കും ഞാനിങ്ങനെ പോർഷൻസൊക്കെ നോക്കുന്നത്. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ എക്കണോമിക്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വേഗം +2ലെ കാര്യമായിട്ട് ഓർമ്മ വന്നത്. അതാണ് ഞാൻ ഇത്രയും വലിച്ച് നീട്ടി പറഞ്ഞത്. പിന്നെ ഇന്ന് ഞാനിപ്പോൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പൊതുജന ആരോഗ്യം എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ്. പൊതുജന ആരോഗ്യം എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ PSCക്ക് വേണ്ടി മാത്രം പഠിക്കേണ്ട സബ്ജക്റ്റ് അല്ല. പൊതുവായിട്ടുള്ള നമുക്ക് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പൊതുജന ആരോഗ്യം എന്നത്. പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ നോക്കിയിട്ടില്ല. ഞാനിപ്പോൾ ഈ PSC പഠിക്കുന്ന സമയത്താണ് ഞാനിത് നോക്കുന്നതിന്. അല്ലാണ്ട് ഞാനിങ്ങനെ ഇത് അങ്ങനെ നോക്കിയിട്ട് പോലുമില്ല. പക്ഷേ ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കേണ്ട കുറച്ച് നോളജും കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിൽ പൊതുജന ആരോഗ്യം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ നമുക്ക് തരുന്നത് കേട്ടോ. ഫോർ എക്സാമ്പിൾ നമുക്കിത് തന്നെ ഞാനിപ്പോൾ കാണിക്കുന്നതിൽ തന്നെ ക്വസ്റ്റ്യൻസിൽ അത് കാണിക്കുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ പ്രഥമ ശുശ്രൂഷയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ പാമ്പ് കടിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പട്ടി കടിച്ചാൽ എന്താ ചെയ്യേണ്ടത്, ഷോക്കേറ്റ് അതായത് വൈദ്യുതി ആഘാതമേറ്റാൽ എന്താണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് പഠിക്കുന്ന വഴി നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനത്തെ ഒരു ഉപകാരം കൂടെയുണ്ട്. നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പൊതുജന ആരോഗ്യം പഠിക്കുന്നത് വഴി നമുക്ക് കിട്ടും. ഞാൻ എഴുതിയെടുക്കുന്നത് വെച്ചാൽ, എനിക്ക് കുറച്ച് നമുക്കിപ്പോൾ ബേസിക്കായിട്ട് നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ഞാനിങ്ങനെ എഴുതിയെടുക്കുന്നില്ല.
അല്ലാണ്ട് നമുക്ക് പുതിയതായിട്ട് ഞാൻ അറിയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമാണ് ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുന്നത്. അല്ലാണ്ടൊക്കെ ഞാനിങ്ങനെ കേട്ട് ഒഴിവാക്കി വിടുക ചെയ്താൽ അത് ഞാൻ എഴുതിയെടുക്കാറില്ല. മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ മാത്രമേ ഞാൻ നോട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ ഞാൻ അതിന് ശേഷം അടുത്ത ക്ലാസ് നേരെ പഠിക്കാൻ വേണ്ടി പോയി കേട്ടോ. എല്ലാം ഞാനിങ്ങനെ വളരെ കുറച്ച് നേരം അങ്ങനെ വെച്ചാണ് പഠിക്കുന്നത്. ഫുൾ ടൈം ഒരു സബ്ജക്റ്റ് തന്നെ പഠിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വല്ലാണ്ട് മടുത്തു പോകും, ബോറടിച്ചു പോകും കേട്ടോ. അങ്ങനെ അതുകൊണ്ട് ഞാൻ തന്നെ ഓരോ സബ്ജക്റ്റും കുറച്ച് ടൈം ചെയ്തായിരിക്കും ഞാൻ പഠിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ വേഗം തന്നെ പഠിച്ച് തീർന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പഠിച്ച് കഴിയാറായിട്ട് ടീച്ചർ പറഞ്ഞു നമ്മളിവിടെ ഞാനിവിടെ തൊട്ടടുത്ത് വരെ പോകുന്നുണ്ട്, വരുന്നതിൽ വരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ കാറിലാണ് പോകുന്നത്. അപ്പോൾ ടീച്ചർ പറഞ്ഞു അത് ഡ്രസ്സ് ചെയ്യുകയും കാര്യങ്ങളും മേക്കപ്പും കാര്യങ്ങളൊന്നും തന്നെ വേണ്ട, ഇട്ട് ഡ്രസ്സ് തന്നെ മതി, വേഗം ഇറങ്ങിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യും, നമ്മൾ നൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ ഞാൻ വേഗം പോയി കേട്ടോ. അപ്പോൾ കാറിലായിട്ട് നമ്മൾ പിന്നെ പുറത്തൊട്ടൊന്നും ഇറങ്ങുന്നില്ലല്ലോ. പിന്നെ അതുപോലെ മഴയായിരുന്നു. ഇന്നലത്തെ വ്ലോഗിൽ നമ്മൾ വെയിലാണെന്ന് പറഞ്ഞെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ളും മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത് വരാണ്ട് പോട്ടെ, 1 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ. അപ്പോൾ വേഗം തന്നെ ഞങ്ങൾ പോയിട്ട് വന്നു കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ വീട്ടിലുണ്ടായ തക്കാളിക്കുട്ടന്മാർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ വീഡിയോയിൽ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. ഞാനിപ്പോൾ തുടങ്ങി വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബായ്.